പഠിക്കാൻ പോകുന്നത് പ്രിവെൻഷൻ ഓഫ് പോളിസ്പെർമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പോളിസ്പെർമി എന്താണെന്നും മോണോസ്പെർമി എന്താണെന്നും ഇനി ഹൗ വി ക്യാൻ പ്രിവെന്റ് പോളിസ്പെർമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബേസിക് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് എന്താണ്? ഫെർട്ടിലൈസേഷൻ. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ എന്താണെന്നും ആ ഫെർട്ടിലൈസേഷന്റെ സ്പേംസിന്റെ റോളും സ്പേമിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ അറിഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് എന്ത് പോളിസ്പെർമിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഫെർട്ടിലൈസേഷൻ എന്താ? നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എഗ്ഗും അതുപോലെ തന്നെ ഏതുമാണ് നമ്മുടെ സ്പേമും തമ്മിൽ കമ്പൈൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫോം സൈഗോട്ട്. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എവിടെയാ നടക്കുന്നത്? ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ, ആസ് ഇൻ ഹ്യൂമൻസിലും ആണെന്നുണ്ടെങ്കിൽ എവിടെയാ നടക്കുന്നത്? ടേക്ക് പ്ലേസ് ഇൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലാണ് നടക്കുന്നത്. ഇനി നമ്മുടെ വാട്ടർ ആനിമൽസ്, അതായത് സിയാച്ചിൻ പോലെയുള്ളവരിലൊക്കെ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്റേണൽ ഫെർട്ടിലൈസേഷനും നടക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താണ് നടക്കാറുണ്ട്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും നടക്കാറുണ്ട്. ആസ് ഇൻ ഹ്യൂമൻസ് എന്ത് ഫെർട്ടിലൈസേഷൻ ആണ്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഇപ്പൊ അക്വാട്ടിക് ഓർഗാനിസംസ് ഒക്കെ ആയിട്ടുള്ള സിയാച്ചിൻ എന്താണ്? ഒരു അക്വാട്ടിക് ആണ്. അപ്പൊ സിയാച്ചിന്റെ എഗ്ഗ് ഡയറക്റ്റ്ലി എങ്ങോട്ടേക്കാണ്? ഓഷനിലേക്ക്. അവരെവിടെയാണോ കാണുന്നത് ആ മറൈൻ എൻവിയോൺമെന്റിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ മറൈൻ എൻവിയോൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഓഷനില് മറൈൻ എൻവിയോൺമെന്റില് എഗ്ഗ് ഉള്ളപ്പോഴത്തേക്കും ആ എഗ്ഗിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരുപാട് എന്ത് വരാനുള്ള സാധ്യതകളുണ്ട്? ഒരു എഗ്ഗിനെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ മെനി നമ്പേഴ്സ് ഓഫ് സ്പേംസ് ക്യാൻ അപ്രോച്ച് എ സിംഗിൾ എഗ്. ആ ഒരു കണ്ടീഷനെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? പോളിസ്പെർമി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഫിമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലായാലും എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ് എ ടൈം ഒരുപാട് സ്പേംസുകൾ എൻ്റർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്പേംസ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ സ്പേമിന് മാത്രമേ ആരുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഓവമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയും സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുള്ളൂ. അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ആരിലും നടക്കുന്നത്? സിയാച്ചിലെ, അതായത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്ന സിയാച്ചിലെ എഗ്ഗിലും നടക്കേണ്ടത്. അതായത് ഒരു കോമ്പറ്റന്റ് ആയിട്ടുള്ള ആരാണ്? ഒരു സിംഗിൾ ആയിട്ടുള്ള സ്പേമിന് മാത്രമേ എന്തുമായിട്ട് നമ്മുടെ സിയാച്ചിന്റെ എഗ്ഗുമായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ സാധിച്ചാൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അതാണ് മോണോസ്പെർമി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിംഗിൾ സ്പേം കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? മോണോസ്പെർമി എന്ന് പറയാം. മോണോ മീൻസ് വൺ, മോണോസ്പെർമി. പോളി മീൻസ് എന്താണ്? മെനി എന്നാണ് പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരുപാട് സ്പേംസ് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ ആയിരിക്കുമല്ലോ എന്തെന്ന് പറയുന്നത്? പോളിസ്പെർമി എന്ന് പറയുന്നത്. അപ്പൊ പോളിസ്പെർമി നടന്നു കഴിഞ്ഞാൽ എന്തിനുള്ള സാധ്യതയുണ്ട്? ഡിഫക്റ്റീവ് എംബ്രിയോ ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഡിഫക്റ്റീവ് എംബ്രിയോ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെന്താണ്? അതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ഡിഫക്റ്റീവ് എംബ്രിയോസ് ഫോം ചെയ്യാൻ എന്ത് പ്രൊമോട്ട് ചെയ്യുന്നില്ല? എൻവയോൺമെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ പൊതുവെ എന്തിനുള്ള മെക്കാനിസംസ് ആ ബോഡിയിൽ കാണും? നേച്ചർ ഇൻബിൽറ്റ്, അതായത് നേച്ചർ ഇൻടേൺ എന്ത് കൊടുത്തിട്ടുണ്ട്? കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. അത് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്. എന്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പോളിസ്പെർമി പ്രിവെന്റ് ചെയ്തിട്ട് മോണോസ്പെർമി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിയാച്ചിനില് എന്ത് നടക്കുന്നുണ്ട്? സിയാച്ചിനിലെ എന്തൊക്കെ മെക്കാനിസംസ് ആണ് നടക്കുന്നത്? എന്ത് പ്രൊമോട്ട് ചെയ്യാൻ? മോണോസ്പെർമി പ്രൊമോട്ട് ചെയ്യാനും പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യാനും നടക്കുന്ന മെക്കാനിസംസ് എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ what is polispermy? Normal fertilization, only one sperm fuses with the egg. അതിനെ പറയുന്ന പേരെന്തായിരുന്നു? മോണോസ്പെർമി. പോളിസ്പെർമി എന്താ? എൻട്രി ഓഫ് മൾട്ടിപ്പിൾ സ്പേംസ് ഇൻടു വൺ എഗ് ആണ് പോളിസ്പെർമി എന്ന് പറയുന്ന കണ്ടീഷൻ. അതിന്റെ ഭാഗമായിട്ട് എന്ത് ഫോം ചെയ്യുന്ന നമ്മൾ പറഞ്ഞത്? ദാറ്റ് ലീഡ്സ് ടു ദി അബ്ഡോമൽ സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് ഡിഫക്റ്റീവ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതെന്താ ചെയ്യേണ്ടത്? മസ്റ്റ് ബി പ്രിവെന്റഡ്. എന്ത് ചെയ്യണം? മസ്റ്റ് ബി പ്രിവെന്റഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുവർ നോർമൽ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് ഇത് നമ്മൾ പോളിസ്പെർമി എന്ത് ചെയ്തേ പറ്റുള്ളൂ? പ്രിവെന്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. ഇനി
സിയർഷിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. കണ്ടോ, സിയർഷിനില് രണ്ട് മെക്കാനിസംസും, അതായത് നമ്മുടെ പോളിസ്പെർമി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്സ് ഓഫ് ബ്ലോക്ക് ടു പോളിസ്പെർമി. 2 types of blocks are there to prevent polispermy. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഓർ ഫാസ്റ്റ് ബ്ലോക്കും, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ഓർ സ്ലോ ബ്ലോക്കും ആണ്. ഈ രണ്ട് ടൈപ്പ് കണ്ടീഷൻസ്, രണ്ട് ടൈപ്പ് മെക്കാനിസംസും എക്സിബിറ്റ് ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, സിയർഷിൻ എന്ന് പറയുന്നത്. അപ്പൊ പോളിസ്പെർമി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിയർഷിനെയാണ് കൂടുതലും എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പോ ആദ്യം പറഞ്ഞു പ്രൈമറി ഓർ ഫാസ്റ്റ് ബ്ലോക്ക്, പ്രൈമറി ഓർ ഫാസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു. അതിനു മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എഗ്, നമ്മുടെ സിയർഷിന്റെ എഗ് എങ്ങനെയായിരിക്കുന്നേ, റൗണ്ട് ഷേപ്പ് ആണ് അല്ലെ. എന്റെ ഏറെക്കുറെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. സെന്റർ റീജിയൻ, സെന്റർ ഒരു സൈറ്റോപ്ലാസം ഉണ്ട്. ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ ലെയറിനെ നമുക്ക് എന്തെന്ന് പറയാം, വിറ്റലൈൻ മെംബ്രെയിൻ എന്ന് പറയാം. ഈ ഒരു ലെയറാണ് നമ്മുടെ ജെല്ലി കോട്ട്. ഈ എഗ്ഗ്, സിയർഷിന്റെ എഗ്ഗ് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, മറൈൻ എൻവിയോൺമെന്റ്, ഓഷ്യൻ എൻവിയോൺമെന്റിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഗ് എൻവലപ്സ് ഏതൊക്കെയാണ്, അതിന് ഒരു ജെല്ലി കോട്ടും ഉണ്ട്, ഒരു വിറ്റലൈൻ മെംബ്രെയിനും പ്രസന്റ് ആണ്. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇതല്ലേ നമ്മുടെ സെൽ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ സെല്ലിന്റെ ഇത് സെന്റർ സൈറ്റോപ്ലാസം. നമ്മൾ പറഞ്ഞു സെല്ലെന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്താണ് പ്ലാസ്മ മെംബ്രെയിൻ വെച്ചിട്ട് ബൗണ്ടഡ് ആയിരിക്കും എക്സ്റ്റേണൽ എൻവിയോൺമെന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ആ സെല്ലിന് പുറമേ ഉള്ള എൻവലപ്സുകൾ, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, എക്സ്ട്രാ സെല്ലുലാർ എൻവലപ്പ് എന്ന് വിളിക്കാം. എക്സ്ട്രാ സെല്ലുലാർ എൻവലപ്പ്. അപ്പോ നമ്മുടെ സിയർഷിൽ ഉള്ള എക്സ്ട്രാ സെല്ലുലാർ എൻവലപ്പ് ഏതൊക്കെയാണ്, വിറ്റലൈൻ മെംബ്രെയിനും ഉണ്ട്, ജെല്ലി കോട്ടും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇനി നമുക്കത് ആവശ്യമായിട്ട് വരും. അപ്പൊ നോക്കിക്കേ, പ്രൈമറി അല്ലെങ്കിൽ രണ്ട് മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ മെക്കാനിസം എന്താണ്, പ്രൈമറി അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്ലോക്ക് ടു പോളിസ്പെർമി ആണ്. ഇതാണ് പോളിസ്പെർമി തടയാൻ നടക്കുന്ന ഏറ്റവും പെട്ടെന്ന് നടക്കുന്ന ഒരു മെക്കാനിസം, അല്ലെങ്കിൽ ആദ്യം നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതില് നമ്മുടെ എഗ് മെംബ്രെയിൻ, എഗിന്റെ മെംബ്രെയിൻ നേരത്തെ നമ്മൾ വരച്ചായിരുന്നു അല്ലെ, പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറഞ്ഞു നമ്മൾ കാണിച്ചായിരുന്നു. ആ എഗ് മെംബ്രെയിന്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലില് ചേഞ്ച് വരുത്തിക്കൊണ്ടിട്ട് നടത്തുന്ന ഒരു മെക്കാനിസം പോളിസ്പെർമി ബ്ലോക്ക് ആണ് പ്രൈമറി അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ സെൽ മെംബ്രെയിൻ നോക്കുമ്പോഴത്തേക്കും സിയർഷിന്റെ സെൽ മെംബ്രെയിനെ നമ്മൾ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്കും -70 മില്ലി വോൾട്ട് ആണെന്ന് കാണാം. -70 മില്ലി വോൾട്ട്. അപ്പോ -70 ആണ്, -70 മില്ലി വോൾട്ട് ആണ്, -70 മില്ലി വോൾട്ട് ആണെന്ന് പറഞ്ഞു നമ്മുടെ സെൽ മെംബ്രെയിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്കും. അപ്പോ ഇവിടെ നോക്കിക്കേ, സീ വാട്ടറിൽ എങ്ങനെയാ ഉള്ളത്, നമുക്ക് ഉപ്പുവെള്ളമാണ് അല്ലെ. അപ്പൊ എന്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, സോഡിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും പൊട്ടാസ്യം അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറവുമാണ്. എക്സൈറ്റോപ്ലാസം നോക്കുമ്പോഴത്തേക്കും നേരെ തിരിച്ചാണ് വരുന്നത്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ദി പൊട്ടാസ്യം അയോൺസ് ആൻഡ് ലോ കോൺസെൻട്രേഷൻ ഓഫ് ദി സോഡിയം അയോൺസ്. ഇത് ഇങ്ങനെ ഒരു ഡിഫറൻസ്, ഈ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, -70 മില്ലി വോൾട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സോഡിയം പമ്പ്. നമുക്കറിയാം നമ്മുടെ സെൽ മെംബ്രെയിൻസിൽ എന്തുണ്ടായിരിക്കും, പമ്പുകളുണ്ട്, സോഡിയം പൊട്ടാസ്യം പമ്പുകളുണ്ട്. അപ്പൊ സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് നടക്കുന്നത്, അയോൺസിന്റെ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പോ നമുക്ക് ഇവിടെ പുറത്താണല്ലോ എന്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, സീ വാട്ടർ പുറത്താണ് സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. സെല്ലിനുള്ളില് എന്തിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ, K+ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. എന്തിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, നമ്മുടെ സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ -70 മില്ലി വോൾട്ട് ആണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. ഇനി സ്പേം എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഭാഗമായിട്ട് എന്ത് ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്,
സോഡിയം കൂടി ഉള്ളിലേക്ക് നമ്മുടെ അവിടുത്തെ സോഡിയം പൊട്ടാസ്യം പമ്പ് ഓപ്പൺ ആവുകയും സോഡിയം എന്ത് ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ദാറ്റ് റിസൾട്ട്സ് ഇൻടു ഡീപോളറൈസേഷൻ സംഭവിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള ആളല്ലേ ആരെന്ന് പറയുന്നത് സോഡിയം. അങ്ങനെ സോഡിയം ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും പോസിറ്റീവ് പൊട്ടൻഷ്യൽ പ്രിവെന്റ്സ് അതർ സ്പേംസ് ഫ്രം ഫ്യൂസിങ്. അതായത് -70 മില്ലി വോൾട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുവാണ് +20 മില്ലി വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വരുമ്പോഴത്തേക്കും എന്ത് പ്രിവെന്റ് ചെയ്യുവാണ്? ബാക്കി സ്പേംസിനെ പ്രിവെന്റ് ചെയ്യും ഫ്രം ഫ്യൂസിങ്. ലേക്ക് മൈനസ് ആയിട്ടുള്ള തന്നെ -70 MV ആണെന്നുണ്ടെങ്കിൽ മില്ലി വോൾട്ടിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ സ്പേം ഈസി ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് മാറുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്പേമിന് വന്നിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കുന്നുള്ളൂ? ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ബ്ലോക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിയന്റ് ആണ്, വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമേ നടക്കുകയുള്ളൂ ആ റിയാക്ഷൻ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പഴയപടിയാവും. അപ്പൊ വീണ്ടും വന്ന് സ്പേംസിന് അറ്റാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇത് ടെമ്പററി ആണ്. പെർമനന്റ് ആയിട്ടുള്ള എന്ത് വേണം? ബ്ലോക്ക് വേണം. പെർമനന്റ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്ലോ ബ്ലോക്ക് ടു പോളിസ്പെർമി, സെക്കൻഡറി ബ്ലോക്ക് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിനെ ഓൾസോ വി കോൾഡ് ഇറ്റ് ആസ് കോർട്ടിക്കൽ റിയാക്ഷൻ എന്നും കൂടി പറയാറുണ്ട്. കോർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് എ പെർമനന്റ് ബ്ലോക്ക് ടു പോളിസ്പെർമി ആണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ട്രിഗേർഡ് ബൈ കാൽഷ്യം ഇൻഫ്ലക്സ് ആഫ്റ്റർ സ്പേം ഫ്യൂഷൻ. അതായത് നേരത്തെ നമ്മുടെ എഗിന്റെ സ്ട്രക്ചർ വരച്ചായിരുന്നു അല്ലെ? അപ്പൊ എഗിന്റെ സ്ട്രക്ചർ വരച്ചപ്പോഴത്തേക്കും അതിന്റെ സെൽ മെംബ്രെയിനിലായിട്ട് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് വെസിക്കിൾസുകളുണ്ട്. ആ വെസിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ സം ഗ്രാനൂൾസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശരിക്കും കോർട്ടിക്കൽ ഗ്രാനൂൾസ് എന്ന് വിളിക്കുന്നത്. കോർട്ടിക്കൽ ഗ്രാനൂൾസ്. സ്പേം എൻ്റർ ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ഇൻഫ്ലേക്സുകൾ സംഭവിക്കുകയും അമിതമായിട്ട് കുറെ കാൽഷ്യം എന്ത് ചെയ്യും? കാൽഷ്യം ഇൻഫ്ലേക്സുകൾ ഉണ്ടാകുകയും എന്ത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഈ ഓരോ വെസിക്കിൾ ഇങ്ങനെ ഇരുന്ന വെസിക്കിൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തിട്ട് ഇതിലുണ്ടായിരുന്ന ഗ്രാനൂൾസ് എന്താ ചെയ്യുന്നത്? പുറത്തേക്ക് വരുക, ലിബറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ഗ്രാനൂൾസ് ലിബറേറ്റ് ചെയ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് ഈ മെംബ്രെയിനിൽ എന്ത് നടക്കുന്നുണ്ട്? മോഡിഫിക്കേഷൻസ് നടക്കും. ഇവിടെ 2 മെംബ്രെയിൻ ഉണ്ടായിരുന്നു അല്ലെ? വിറ്റലൈൻ മെംബ്രെയിനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ വിറ്റലൈൻ മെംബ്രെയിനും ഇതെന്തായിരുന്നു? നമ്മുടെ സെൽ മെംബ്രെയിൻ ആയിരുന്നു. സെൽ മെംബ്രെയിനും അത് വിറ്റലൈൻ മെംബ്രെയിനും ആയിരുന്നു. അങ്ങനെ ആ 2 മെംബ്രെയിൻസും ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അവിടെ എന്താ സംഭവിക്കണേ? ഈ പ്ലാസ്മ മെംബ്രെയിനിൽ ഈ പറഞ്ഞ സെൽ മെംബ്രെയിനിലും വിറ്റലൈൻ മെംബ്രെയിനിലെ ഇടയ്ക്ക് കോർട്ടിക്കൽ ഗ്രാനൂൾസ് ചെല്ലുമ്പോഴത്തേക്കും അവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ബൈൻഡിങ് റിസപ്റ്റേഴ്സ് കാണും. ബൈൻഡിങ് റിസപ്റ്റേഴ്സിനെ എന്താ ചെയ്യുന്നത്? അതിനെ ട്രിഗർ ഓഫ് ചെയ്യാണ് ചെയ്യണത്. ബൈൻഡിങ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബൈൻഡിങ് റിസപ്റ്റേഴ്സ് മീൻസ് അതിന്റെയൊക്കെയാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? നമ്മുടെ സ്പേംസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സ്പേമിനെ റിസീവ് ചെയ്യുന്ന ആളുകളാണ് ബൈൻഡിങ് റിസപ്റ്റേഴ്സ്. ബൈൻഡിങ് റിസപ്റ്റേഴ്സ് ക്ലിപ്ഡ് ഓഫ് ആകും. അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് ക്ലിപ്ഡ് ഔട്ട്, മെംബ്രെയിനിൽ നിന്ന് ക്ലിപ്ഡ് ഔട്ട് ആയിട്ട് പിന്നെ നോ മോർ സ്പേംസ് ക്യാൻ എൻ്റർ. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഒരു ഓസ്മോസിസ് റിയാക്ഷന്റെ ഭാഗമായിട്ട് അതുപോലെ ഈ പറഞ്ഞ മെംബ്രെയിന്റെ ഇടയിലേക്ക് എന്ത് എൻ്റർ ചെയ്യും? വാട്ടർ എൻ്റർ ചെയ്യാൻ തുടങ്ങും. വാട്ടറും കൂടി ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് എന്താ നടക്കുന്നത്? ഒരു ഹയാലിൻ മെംബ്രെയിൻ എന്ന് പറയാം. അവിടെ ഒരു ഇൻഫ്ലക്സ് നടക്കുന്നു. വാട്ടറിന്റെ എമൗണ്ടും കൂടി ഇൻക്രീസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ആ ഒരു മെംബ്രെയിനെ നമുക്കിപ്പോ എന്തെന്ന് വിളിക്കാം? ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ എന്ന് വിളിക്കാം. ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ. ആക്ച്വലി ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ തന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത്? വിറ്റലൈൻ മെംബ്രെയിൻ. വിറ്റലൈൻ മെംബ്രെയിനിൽ എന്ത് നടക്കുന്നു? കോർട്ടിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് അതിന്റെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ. ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ എന്ത് പ്രിവെന്റ് ചെയ്യുന്നു? പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യുന്നു. ഇതാണ് പെർമനന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ടു പോളിസ്പെർമി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം നമ്മൾ മോണോസ്പെർമി എന്താന്ന് പഠിച്ചു. അതുപോലെ തന്നെ വാട്ട് ഈസ് പോളിസ്പെർമി എന്താന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പോളിസ്പെർമി, മോണോസ്പെർമി, പോളിസ്പെർമി എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. നമ്മൾ ഇതെല്ലാം ആരിലെ മെക്കാനിസംസ് പഠിച്ചത്? സിയാച്ചിലെ മെക്കാനിസം ആണ്. സിയാച്ചിലെ